18 പുരാണങ്ങളിൽ പ്രധാനമായ 2 പുരാണങ്ങളാണ് ശിവപുരാണവും ഗരുഡപുരാണവും. ഈ 2 പുരാണങ്ങളിലും മരണത്തെക്കുറിച്ചുള്ള സൂചനകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. മരണത്തെക്കുറിച്ചുള്ള ചിന്ത എല്ലായ്പ്പോഴും ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ മരണം മനുഷ്യജീവിതത്തിൻ്റെ നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. ജനിച്ചാൽ അവസാനിക്കേണ്ടതുണ്ട്. അതിനാൽ മരണം അനിവാര്യമാണ്. മരണത്തെക്കുറിച്ച് മിക്കവരെയും വിഷമിപ്പിക്കുന്ന കാര്യം മരണത്തിന് ശേഷം സംഭവിക്കുന്നതാണ്. മരണാനന്തരം ഒരു ലോകമുണ്ടോ, അതോ നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമോ? ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഈ ചോദ്യങ്ങൾ എല്ലായ്പ്പോഴും മനുഷ്യരെ ആശങ്കപ്പെടുത്തുന്നു. അതിനാൽ മനുഷ്യർ എല്ലായ്പ്പോഴും മരണത്തെ ഭയപ്പെടുന്നു. എന്നാൽ മരണം ഒഴിവാക്കാനാവില്ല. മരണം നിശബ്ദമായി വരുന്നുവെന്നും നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾ അറിയുക പോലുമില്ലെന്നും പറയപ്പെടുന്നു. ശിവപുരാണത്തിൽ മരണത്തിൻ്റെ അടയാളത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ പാർവതീദേവി മരണത്തിൻ്റെ അടയാളത്തെക്കുറിച്ച് പരമശിവനോട് ചോദിച്ചു. മരിക്കുമെന്ന് ഒരാൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? അപ്പോഴാണ് ശിവൻ മരണത്തെക്കുറിച്ച് പാർവതീദേവിക്ക് വിശദീകരിച്ചത്. ഒരു വ്യക്തിയിൽ മരണത്തിനു മുൻപ് കാണാവുന്ന ചില ലക്ഷണത്തെക്കുറിച്ച് പരമശിവൻ സംസാരിച്ചു. ശിവപുരാണത്തിൽ ഈ ലക്ഷണങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ശിവപുരാണം അനുസരിച്ച് ഒരു കഴുകൻ, പ്രാവ് അല്ലെങ്കിൽ കാക്ക എന്നിവ ഒരു വ്യക്തിയുടെ തലയിൽ ഇരുന്നാൽ ആ വ്യക്തി 1 മാസത്തിനുള്ളിൽ മരിക്കുമെന്നാണ്. ശിവപുരാണമനുസരിച്ച് ഒരു വ്യക്തിയുടെ ശരീരം പെട്ടെന്ന് മഞ്ഞയോ വെള്ളയോ ആകുകയും ചുവന്ന അടയാളങ്ങൾ കാണുകയും ചെയ്താൽ ആ വ്യക്തി 6 മാസത്തിനുള്ളിൽ മരിക്കുമെന്നാണ്. ശിവപുരാണമനുസരിച്ച് ഒരു വ്യക്തിയുടെ കണ്ണുകൾ, വായ, ചെവി, നാവ് തുടങ്ങിയ ശരീരഭാഗങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് 6 മാസത്തിനുള്ളിൽ മരണം സംഭവിക്കുമെന്നാണ്. ചന്ദ്രനോ സൂര്യനോ ചുറ്റും ആരെങ്കിലും ചുവപ്പ് അല്ലെങ്കിൽ കറുത്ത വൃത്തം കണ്ടാൽ ആ വ്യക്തി 15 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് ശിവപുരാണം പറയുന്നു. ശിവപുരാണപ്രകാരം ഒരു വ്യക്തി നക്ഷത്രങ്ങളെ ശരിയായി കാണുന്നില്ലെങ്കിൽ ആ വ്യക്തി 1 മാസത്തിനുള്ളിൽ മരിക്കുമെന്ന് പറയപ്പെടുന്നു. ശിവപുരാണമനുസരിച്ച് എണ്ണ, നെയ്യ്, വെള്ളം, കണ്ണാടി എന്നിവയിൽ ഒരു വ്യക്തിയുടെ നിഴൽ കാണുന്നില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ആ വ്യക്തി മരിക്കുമെന്ന് പറയുന്നു. ഒരു വ്യക്തി തൻ്റെ നിഴലിനെ തലയില്ലാതെ കാണുമ്പോഴോ അല്ലെങ്കിൽ നിഴലില്ലാത്തവനായി കാണുമ്പോഴോ ആ വ്യക്തി 1 മാസത്തിനുള്ളിൽ മരിക്കുമെന്നും പറയുന്നു. ശിവപുരാണപ്രകാരം ഒരു വ്യക്തി തീയുടെ വെളിച്ചം ശരിയായി കാണുന്നില്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ആ വ്യക്തി മരണം സംഭവിക്കുമെന്ന് പറയുന്നു. ഗരുഡപുരാണത്തിലും മരണത്തിൻ്റെ സൂചനകളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗരുഡപുരാണത്തിലെക്കുറിച്ചും നാം ധാരാളം വായിച്ചിട്ടുണ്ട്. മഹാവിഷ്ണു ഗരുഡനു ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന ലഘുഗ്രന്ഥങ്ങൾ ഉൾപ്പെടുന്നതാണ് ഗരുഡപുരാണമായി കണക്കാക്കുന്നത്. ഇതിൽ വൈദ്യശാസ്ത്രം, ജ്യോതിഷം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ നാം ഭൂമിയിൽ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലം മറ്റൊരു ലോകത്തിൽ കാത്തിരിക്കുന്നുണ്ട് എന്നെല്ലാം ഗരുഡപുരാണത്തിൽ പറയുന്നു. സ്വർഗവും നരകവും മരണത്തിന് ശേഷം ഉണ്ട് എന്നാണ് ഈ ഗ്രന്ഥം സൂചിപ്പിക്കുന്നത്. മരണം എന്ന സത്യത്തെ നമുക്കൊരിക്കലും നിഷേധിക്കാൻ സാധിക്കുന്നതുമല്ല. നല്ല പ്രവൃത്തികൾ ചെയ്തവരെ സ്വർഗവും ദോഷം ചെയ്തവരെ നരകവും കാത്തിരിക്കുന്നു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഇതിൻ്റെ ഫലമായാണ് കർമ്മഫലം എന്ന് പറയുന്നത്. എന്നാൽ ഗരുഡപുരാണം അനുസരിച്ച് ഒരു വ്യക്തിക്ക് മരിക്കുന്നതിന് മുൻപ് ചില ലക്ഷണങ്ങൾ അഥവാ അടയാളങ്ങൾ ലഭിക്കും എന്നാണ് പറയുന്നത്. ഗരുഡപുരാണത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 18 പുരാണങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പുരാണമാണ് ഗരുഡപുരാണം. വിഷ്ണു പുരാണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗരുഡപുരാണം. ഈ പുരാണത്തിൽ മരണാനന്തര കഥകളെക്കുറിച്ചും രഹസ്യങ്ങളെക്കുറിച്ചും മരണശേഷം ആത്മാവ് എങ്ങനെ വേർപ്പെടുന്നു എന്നും മരണശേഷം ആത്മാവിന് എന്ത് സംഭവിക്കുന്നതെന്നും ഗരുഡപുരാണം പറയുന്നു. പാപങ്ങൾക്കുള്ള ശിക്ഷ എങ്ങനെയാണ് നിർണയിക്കുന്നത്?
പാപം, പുണ്യം, സ്വർഗം, നരകം, നയം, നിയമങ്ങൾ, മതം, അനീതി എന്നിവയെക്കുറിച്ചെല്ലാം ഗരുഡപുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ പുരാണത്തിൽ മരണവുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. മരണം അടുത്തെത്തിയെന്ന് ഒരു വ്യക്തിയെ കാണിക്കുന്ന ചില അടയാളങ്ങൾ ഉണ്ട്. അവ എന്തൊക്കെയാണെന്നും നോക്കാം. ഗരുഡപുരാണമനുസരിച്ച് ഒരാളുടെ മരണം അടുത്തിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ മൂക്ക് മുകളിലുള്ളതായി കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. നമുക്ക് സാധാരണ അവസ്ഥയിൽ നമ്മുടെ മൂക്കിൻ്റെ നിഴൽ കാണപ്പെടും. എന്നാൽ മരണത്തോട് അടുത്ത വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ മൂക്ക് കാണാൻ സാധിക്കില്ല, എത്ര ശ്രമിച്ചാലും എന്നാണ് ഗരുഡപുരാണം പറയുന്നത്. ഇതെല്ലാം ഗരുഡപുരാണത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്നും ഇപ്പോഴും ചർച്ചയാണ്. നിഴലിനെ പോലും കാണാൻ സാധിക്കാത്ത അവസ്ഥയും മരണത്തോട് അടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നു എന്നാണ് ഗരുഡപുരാണം പറയുന്നത്. സ്വന്തം മരണത്തിലേക്ക് അടുക്കുമ്പോൾ നിഴൽ പോലും കൂടെയുണ്ടാവില്ല എന്ന സത്യം മനസ്സിലാക്കണം എന്നാണ് ഇതിലൂടെ പറയുന്നത്. വെള്ളത്തിൽ പോലും തൻ്റെ നിഴൽ കാണാൻ സാധിക്കുകയില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നിങ്ങളിലെ മോശം സമയത്തെയാണ്. സ്വപ്നത്തിനും മരണവുമായി ബന്ധമുണ്ട് എന്നാണ് ഗരുഡപുരാണം സൂചിപ്പിക്കുന്നത്. കാരണം മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ആ വ്യക്തി തൻ്റെ സ്വപ്നങ്ങളിൽ വിചിത്രമായ കാര്യങ്ങൾ കാണാൻ തുടങ്ങുന്നു എന്നാണ് ഗരുഡപുരാണം പറയുന്നത്. കൂടാതെ സ്വപ്നത്തിൽ വിളക്ക് അണയുന്നതും ഇതല്ലാതെ ശരിക്കും ജീവിതത്തിൽ വിളക്ക് അണയുന്നതും കരിന്തിരി കത്തുന്നതും എല്ലാം ദോഷമായാണ് കണക്കാക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലെ യഥാർത്ഥത്തെക്കുറിച്ച് ഗരുഡപുരാണത്തിലല്ലാതെ മറ്റൊരിടത്തും പ്രതിപാദിക്കുന്നില്ല എന്നതും നിങ്ങൾ ഓർക്കേണ്ടതാണ്. ശാരീരികമായും പല വിധത്തിലുള്ള മാറ്റങ്ങളും ഒരു വ്യക്തിക്ക് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ തന്നെ മരണം നിങ്ങളുടെ അടുത്തെത്തിയെങ്കിൽ നിങ്ങളുടെ കൈകളിലെ വരകൾ മങ്ങുന്നു എന്നാണ് ഗരുഡപുരാണം പറയുന്നത്. ഇതുകൂടാതെ ശരീരഭാരം ക്രമാതീതമായി കുറയുകയും ചെയ്യുന്നു. ചിലരിൽ ഉള്ളം കൈയിലെ വരകളൊന്നും തന്നെ കാണാൻ സാധിക്കുകയില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. മരണത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും ലക്ഷണങ്ങൾ മുൻകൂട്ടി കാണാൻ സാധിക്കും എന്നാണ് ഈ പുരാണത്തിൽ പറയുന്നത്. ചില അദൃശ്യ ശക്തികളുടെ സാന്നിധ്യവും ഇവർക്ക് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ആത്മാക്കൾ തനിക്ക് ചുറ്റും ഉള്ളതുപോലെയും ജീവിതത്തിൽ ഭയം അനുഭവപ്പെടുകയും ചെയ്യുന്നു. പൂർവികർ തനിക്കൊപ്പം ഉണ്ടെന്നും തങ്ങളുടേതായ ആരെങ്കിലും ഇപ്പോൾ തങ്ങളെ സന്ദർശിക്കാൻ പോകുന്നതിൽ അവർക്ക് സന്തോഷം തോന്നുന്നു എന്നുമാണ് ഈ പുരാണത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഗരുഡപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ നൂറ്റാണ്ടിലും വിശ്വസിക്കാൻ സാധിക്കുന്നവയാണ് എന്ന് പൊതുവെ അഭിപ്രായമില്ല. എങ്കിലും പുരാണങ്ങളിൽ പ്രധാനപ്പെട്ട പുരാണം ആയതുകൊണ്ട് തന്നെ പലരും ഇന്നും ഇതൊന്നും തള്ളിക്കളയുന്നില്ല എന്നതാണ് സത്യം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.